നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് 2026 മാർച്ച് 3-ാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കൊമോറിൻ പ്രദേശത്തിനും അതിനോട് ചേർന്നുള്ള മാലദ്വീപ് പ്രദേശത്തിനും മുകളിലൂടെയുള്ള ചക്രവാത ചുഴി ഇപ്പോൾ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ മാന്നാർ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഈ ചക്രവാത ചുഴിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മറത്ത്വാഡയിലേക്കുള്ള ഒരു ന്യൂനമർദ്ദപാതി ഇപ്പോൾ മാന്നാർ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലൂടെ തമിഴ്നാടിനും കർണാടകയ്ക്കും കുറുകെ മറത്ത്വാഡയിലേക്കും കടന്നു പോകുന്നു. ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കു സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 23 ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 65 മുതൽ 80%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 4 മുതൽ 10 കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: വേനൽ ചൂടിൽ നിന്നും മനുഷ്യരെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുക. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ശക്തിയായ സൂര്യപ്രകാശമുള്ളപ്പോൾ ജലസേചനം കൊടുക്കുന്നത് ഒഴിവാക്കുക. കണികാ ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനാകും. നെല്ലിൽ ബ്ലാസ്റ്റ് രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക. അല്ലെങ്കിൽ 4 ഗ്രാം നെറ്റിവോ, ട്രൈഫ്ലോക്സിസ്ട്രോബിൻ, ടെബ്യൂകൊണസോൾ 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. കുരുമുളകിൽ കാണപ്പെടുന്ന നിമാവിരകളെ നിയന്ത്രിക്കുന്നതിനായി മിതക്കുമിളായ പോച്ചോണിയ ക്ലാമിഡോസ്പോറിയ പൊടി 10 ഗ്രാം നന്നായി പൊടിച്ച 2 കിലോ ചാണകത്തിലോ കമ്പോസ്റ്റിലോ ചേർത്ത് ചെടികളുടെ തടത്തിൽ ഇട്ടുകൊടുക്കുക. ചൂടുകൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് കാരണം മുളകിൽ മണ്ടരിയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കാനായി സ്പൈറോമെസിഫിൻ 8 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. മൃഗസംരക്ഷണം: വളർത്തു പക്ഷിമൃഗാദികൾക്കു ആവശ്യത്തിന് ശുദ്ധജലം നൽകണം. വെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകണം. അവയുടെ താമസ സ്ഥലത്ത് വേണ്ടത്ര വായുസഞ്ചാരം ക്രമീകരിക്കണം. ചൂട് കൂടിയ സമയത്ത് കന്നുകാലികളെ മേയാൻ വിടാതിരിക്കുക. നന്ദി.